മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച വീടുകളിലേക്കുള്ള പാലുകാച്ചൽ ചടങ്ങിന്ന് ബന്ധുക്കളും ക്ഷണിക്കപ്പെട്ടവരും മാത്രമടങ്ങുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി, PMA സലാം, PK ബഷീർ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 30-നുള്ളിൽ ആദ്യഘട്ടത്തിലെ 51 വീടുകളിലും താമസം തുടങ്ങും. വയനാട്ടിൽ നിന്ന് കാളിദാസ് ദേവദത്ത് ചേരുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗ് പണി കഴിപ്പിച്ച് ആദ്യഘട്ട പണി പൂർത്തിയാക്കിയ വീടുകള് പാവപ്പെട്ട ജനങ്ങൾക്ക് കൈമാറിയേക്കാണ്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് നൽകിയേക്കാണ്. സത്യത്തില് ഈ കാര്യം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ആരായിരുന്നു? ആദ്യം ആരുടെ വീടുകളായിരുന്നു പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്നത്? ആ ദുരിതബാധിതർക്ക് കൊടുക്കേണ്ടിയിരുന്നത് ആരുടെ വീടുകളായിരുന്നു? സർക്കാർ പണി കഴിപ്പിച്ച വീടുകളായിരുന്നു. എന്നാൽ ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എലക്ഷൻ വന്ന സമയത്ത് ഓടിപ്പിടിച്ച് PR വർക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ ബഹളമായിരുന്നു. ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു, അതിന്റെ ഇടയ്ക്കാണ് ആ പണിഞ്ഞ വീടുകളിലൊക്കെ വിള്ളല് കണ്ടെത്തിയത്. ഇപ്പോ മുസ്ലിം ലീഗ് ഈ വീടുകൾ സമ്മാനിച്ചതോടു കൂടിയിട്ട് അവിടെ പണി നല്ല സ്പീഡ് നടത്തുന്നുണ്ട്. ഇനി അതിലേക്ക് കയറി താമസിക്കാൻ പോകുന്ന ആൾക്കാര് പണി കഴിഞ്ഞ് വീട് കൈമാറുമല്ലോ. അങ്ങനെ കൈമാറുന്ന സമയത്ത് സർക്കാർ പണിഞ്ഞ ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ പോകുന്ന ആൾക്കാർ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം താമസിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ ഈ പണിഞ്ഞ വീടുകളൊക്കെ തന്നെ വളരെ പെർഫെക്റ്റ് കണ്ടീഷനിലുള്ള വീടുകളാണ്. അവിടെ കയറി താമസിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എല്ലാ ഫർണിച്ചർ സഹിതം 3 ബെഡ്റൂം ഉള്ള നല്ല ഒന്നാന്തരം വീടാണ് കൊടുത്തേക്കുന്നത്. വെറുതെ ആൾക്കാരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടോ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ ചുമ്മാ പണിഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടങ്ങ് പണിഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്കും ഈ വീട് സമ്മാനിക്കുന്നുണ്ട്. മുസ്ലിം മതസ്ഥർക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും ഒക്കെ ഈ വീട് സമ്മാനിക്കുന്നുണ്ട്. അന്ന് ഈ ഒരു ദുരന്തത്തിൽ 400ഓളം വീടുകളാണ് നഷ്ടപ്പെട്ടതെന്നാണ് പറയുന്നത്. അതിൽ 55 വീടുകളാണ് ഇപ്പൊ സമ്മാനിച്ചേക്കുന്നത്. എന്തുകൊണ്ട് ഗവൺമെന്റിന് ഇത് സാധിച്ചില്ല? കോടിക്കണക്കിന് 800 കോടി രൂപയോളമാണ് പിരിച്ചെടുത്തതെന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് അതില് പകുതിയും മുക്കാലും മുക്കിയിട്ട് പോട്ടെ, ആ 800-ല് പകുതി മതിയായിരുന്നു ഈ മൊത്തം വീടും പണിഞ്ഞു കൊടുക്കാൻ. ആ നഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് എല്ലാവർക്കും ഇപ്പൊ 400 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 400 വീടും പണിഞ്ഞു നൽകാൻ വേണ്ടിയിട്ട് ആ പിരിച്ചെടുത്ത പൈസ മാത്രം മതിയായിരുന്നു. പണിഞ്ഞു നൽകിയതിനു ശേഷവും പൈസ ബാക്കി ഉണ്ടാകുമായിരുന്നു. എന്തുകൊണ്ട് ഗവൺമെന്റ് അത് ചെയ്തില്ല? പിരിച്ചു കിട്ടിയ പൈസ എവിടേക്ക് പോയി? ആരെങ്കിലും കണക്ക് ചോദിച്ചിട്ടുണ്ടോ? ആരും കണക്ക് ചോദിച്ചിട്ടില്ല. ചോദിച്ചവർക്കൊട്ട് കണക്ക് കൊടുത്തിട്ടുമില്ല. ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കണക്ക് ജനങ്ങളുടെ മുമ്പിൽ വന്ന് വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചതല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു കണക്കോ അല്ലെങ്കിൽ ആ കണക്കിനെ സംബന്ധിച്ച് ജനങ്ങൾ ചോദിച്ച സംശയങ്ങൾക്കോ ഇതുവരെയും ആരും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ ആ പൈസ പോയ വഴി എങ്ങോട്ടേക്കാണ് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. വല്ലവരുടെയും കീശയെ കാണും. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ഭരിക്കുന്ന ആൾക്കാരുടെ മക്കളുടെയോ മരുമക്കളുടെയോ ഒക്കെ ബാങ്ക് അക്കൗണ്ടിലും പിന്നെ അവരുടെ കീശയിലും ഒക്കെ തന്നെ കാണും. ആ നേതാക്കന്മാരുടെ കയ്യിൽ തന്നെ പൈസ ഉണ്ടാകും. എന്നാൽ പാവങ്ങൾക്ക് വീട് പണിഞ്ഞു നൽകിയോ? 2 വർഷമായി ഈ സംഭവം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് പോലും സർക്കാരിന്റെ വകയുള്ള വീടുകൾ പാവങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പൊ മാതൃകാപരമായിട്ടുള്ള നല്ല കാര്യം ആര് ചെയ്താലും നമ്മൾ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്യുക. പക്ഷെ ഇതിനെ എല്ലാവരും ഒന്നും അപ്രിഷിയേറ്റ് ചെയ്തില്ല. ഞാൻ നോക്കിയപ്പോ ചാണ്ടി ഉമ്മൻ അദ്ദേഹം മാത്രമാണ് ലീഗിനെ അഭിനന്ദിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത്. വേറെ ആരും സംസാരിച്ചത് കണ്ടില്ല. വേറെ ഒരു വ്യക്തിയോ ഒരു രാഷ്ട്രീയക്കാരനോ അങ്ങനെ സംസാരിച്ചത് കണ്ടില്ല. അപ്പൊ നല്ല പ്രവൃത്തി ആര് ചെയ്തു കഴിഞ്ഞാലും അതിനെ അഭിനന്ദിക്കുക. അത് മതം നോക്കിയല്ല അഭിനന്ദിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവര് മതം നോക്കിയിട്ടല്ലല്ലോ കൊടുത്തത്. മുസ്ലിം മതസ്ഥർക്ക് മാത്രമല്ല വീട് കൈമാറുന്നത്. ഓരോ മതസ്ഥരും അവരവരുടെ വിശ്വാസ പ്രകാരമുള്ള പൂജയും പ്രാർത്ഥനയും നടത്തിയതിന് ശേഷമാണ് ആ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത്. ഹിന്ദുക്കൾ ഗണപതി ഹോമം കഴിക്കുന്നുണ്ട്. ഇപ്പം മുസ്ലിങ്ങൾ എന്ത് പ്രാർത്ഥനയിലൂടെയാണോ വീട്ടിലേക്ക് കയറുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്തുവാണെന്നുണ്ടെങ്കിലും അത് ചെയ്ത് ഓരോരുത്തരുടെയും വിശ്വാസ പ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്ത് കൊടുത്തു? ആ വീടിന്റെ താക്കോല് കൊടുത്തു. അപ്പൊ അവിടെ എല്ലാവരെയും ഒരേപോലെ പരിഗണിച്ചു. ഒരു മതസ്ഥരെ മാത്രമല്ല അവർ പരിഗണിച്ചത്. ഇനിയും പറയും അങ്ങനെ പരിഗണിച്ചത് മാധ്യമശ്രദ്ധ പിടിച്ചു പറ്റാനാണ് എന്ന്. പക്ഷേ ഇവർ വ്യക്തമായിട്ട് പറഞ്ഞു അവിടെ PR-ന്റെ ആവശ്യമില്ല. PR-ന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും അവിടെയുള്ള കുടുംബങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. അവിടേക്ക് PR എന്ന് പറഞ്ഞ് ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല, ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. PR-ന് വേണ്ടിയിട്ട് ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല.
ഈ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നതല്ലാതെ PR-ന് വേണ്ടിയിട്ട് ആരെയും ക്ഷണിച്ചു വരുത്തിയിട്ടില്ല. ഫർണിച്ചറുകൾ ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത്. കട്ടിലും അലമാരയും എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ആ വീടുകളിൽ നാളെ ഈ വീടുകളിൽ താമസിക്കുന്നവർക്ക് നാളെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് മുറി ഇറക്കാനുള്ള സൗകര്യവുമുണ്ട്. അപ്പൊ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടും ആർക്കാനും വേണ്ടിയിട്ടും അല്ല ചെയ്തത്. അപ്പൊ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. അതുകൊണ്ട് അവർ അഭിനന്ദനത്തിന് അർഹരാണ്. നല്ലതാര് ചെയ്താലും നമ്മൾ അംഗീകരിക്കുക. ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ അവരോട് ബഹുമാനം തോന്നിയത് PR വേണ്ട എന്ന് വെച്ചത് തന്നെയാണ്. കാരണം നമ്മുടെ സർക്കാർ ചെയ്തത് എന്താണ് PR-ന് വേണ്ടിയിട്ട് പെട്ടെന്ന് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തുന്നു. അവിടേക്ക് മമ്മൂട്ടി വന്ന് അവർക്കിട്ട് ഒരു ഇത് കൊടുത്തതായിരുന്നു, ഒരു താക്കീത് കൊടുത്തതായിരുന്നു. മമ്മൂട്ടി വന്നിട്ട് അപ്പൊ തന്നെ പറഞ്ഞു, മമ്മൂക്കയ്ക്ക് എന്തോ ഭാഗ്യത്തിന് അവിടെ വരാൻ തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇത് സർക്കാർ നൽകുന്നതൊന്നുമല്ല, ജനങ്ങൾ പൈസ പിരിച്ച് ജനങ്ങൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ മണ്ടയ്ക്ക് കയറാനായിരുന്നു എല്ലാവർക്കും. മമ്മൂട്ടിക്ക് എതിരെ സൈബർ ആക്രമണം നടത്തുന്നു, മമ്മൂട്ടി എന്തിനാണ് അവിടെ വന്നത് എന്ന് പറയുന്നു. എന്തോ ഭാഗ്യത്തിന് ധൃതി പിടിച്ച് ടൗൺഷിപ്പ് ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ PR ആക്കി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി കുറെ ആൾക്കാർ അവിടെ നെകളിച്ച് നിന്നു. പക്ഷെ അവിടേക്ക് മമ്മൂട്ടി എന്നിട്ട് ആ PR അങ്ങ് പൊളിച്ചു കൊടുത്തു. പക്ഷെ ഇവര് PR വെച്ചിട്ടില്ല. ഏതായാലും ഞാൻ നിങ്ങളെ ഒരു വാർത്ത കേൾപ്പിക്കാം. വീടുകളുടെ സന്തോഷ വാർത്ത വരുന്നത്, നിങ്ങളാണെങ്കിൽ ഇതിലൊരു PR-ഉം വേണ്ട എന്ന് കൃത്യമായി തീരുമാനിക്കുകയും ചെയ്യാണ്. ഈ ഗൃഹപ്രവേശ സമയത്ത് ഈ വൈകുന്നേരം 4 മണിക്ക് വീടുകൾ കൈമാറുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകരൊന്നും അങ്ങോട്ട് വന്ന് വലിയ രീതിയിൽ അതൊരു വാർത്തയാക്കണ്ട എന്നൊരു നിലപാടിലേക്ക് നിങ്ങൾ എത്തുകയാണല്ലോ. അപ്പോൾ അപ്പുറത്താണെങ്കിൽ വലിയ PR പരിപാടികൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് ലീഗ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്, ശ്രീ കുഞ്ഞാലിക്കുട്ടി? അല്ല, നമ്മൾ ആ ദുരന്തം നമുക്കറിയാലോ. അത് നമ്മൾ അതിന്റെ നിലക്ക് തന്നെ കാണണം. അവര് നേരിട്ട ആ വിഷയത്തിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ സ്വകാര്യതയും മാന്യതയൊക്കെ കീപ്പ് ചെയ്ത് പോകണം. നമ്മൾ അതിനെ PR വർക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യം എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് പ്രചരിപ്പിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ ഞങ്ങൾ ആദ്യം അതിനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ച് അവർക്കത് ചെയ്തു കൊടുക്കണം നിർബന്ധം ഉണ്ടായിരുന്നു. അതിൽ 10-ലേറെ ഞങ്ങൾ നിർവഹിക്കുകയാണ്. മറ്റൊരു 25 പെട്ടെന്ന് വരും. അപ്പോൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്താൽ നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ലോകം അറിയല്ലോ. പിന്നെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് PR വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം മാത്രമല്ല, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഈ വീട് കാണാനും മറ്റുമൊക്കെ വരുന്ന ആളുകൾ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ള പ്രശ്നത്തിലാണുള്ളത്. അത്രയധികം ആളുകൾ ഈ മനോഹരമായ വീട് വാർത്തകളൊക്കെ വന്നപ്പോൾ അത് കാണാനൊക്കെ ആയിട്ട് വരികയാണ്. ചെറിയ വീടല്ലല്ലോ കൊടുത്തിരിക്കുന്നത്, 3 ബെഡ്റൂം ഉണ്ട്, എല്ലാവിധ സൗകര്യമുണ്ട്. ഇനിയിപ്പോ വേണമെങ്കിൽ ഭാവിയിൽ അവർ കേട്ടില്ലേ? ഇങ്ങനെ വേണം സംസാരിക്കാൻ. അവിടെയുള്ള ആൾക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അവർക്ക് ദുരന്തം സംഭവിച്ചു, അവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുവാണ്. അതിനെ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിച്ച് വലിയ രീതിയിൽ PR നടത്തി ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന ഏതാണ്ട് നക്കാപ്പിച്ചയാണ് എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയത്. ആ സമയത്ത് അവിടെ വന്ന് മമ്മൂട്ടി വന്ന് പൊളിച്ചു കൊടുത്തു, മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തി. അത് വളരെ നല്ല കാര്യമാണ്. സത്യത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ കൊടുത്ത് സാധാരണക്കാരായിട്ടുള്ള നമ്മളാണ്. 1 രൂപയെങ്കിലും ഒരു വ്യക്തി കൊടുത്തെങ്കിൽ 1 രൂപ കൊടുത്തതാണ്. അതിലും കണക്കുണ്ട്. എത്രയോ പാവപ്പെട്ട ആൾക്കാര്, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് വരെ 100 രൂപയെങ്കിൽ 100 രൂപ, 50 രൂപയെങ്കിൽ 50 രൂപ കൊടുത്തിട്ടുള്ളവരാണ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും. അപ്പോൾ പാവപ്പെട്ട ആൾക്കാരുടെ നിന്നും സാധാരണക്കാരുടെ നിന്നും ഒക്കെ പിരിച്ചെടുത്ത കോടിക്കണക്കിന് വരുന്ന തുക കീശയിലാക്കിയിട്ട് ഇതുവരെ വീട് വെച്ചു കൊടുത്തില്ല. ഇവര് മറിച്ച് എന്താണ് ചെയ്തത്? അതിപ്പോ ആരും ആയിക്കോട്ടെ, പാർട്ടി ഏതായിക്കോട്ടെ, മതം ഏതായിക്കോട്ടെ, വിശ്വാസം ഏതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുണ്ടാക്കി വീട് നൽകി. എത്രയും പെട്ടെന്ന് വേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യുക. അവർക്ക് വീട് നഷ്ടപ്പെട്ടു. അവര് വർഷങ്ങളായിട്ട് 2 വർഷമായിട്ട് അവര് ഓരോരോ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞല്ല അവർക്ക് വീട് കൈമാറേണ്ടത്. ഇപ്പൊ ഈ ഒരു വിവരം പുറത്തു വന്നതോട് കൂടിയിട്ട് ദ്രുതഗതിയിൽ പണിയൊക്കെ പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് വീട് നൽകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇലക്ഷൻ വന്നു, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇത് റിസൾട്ട് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം പിടികിട്ടും. അടുത്ത സർക്കാരാണല്ലോ പിന്നെ വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന്റെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാവങ്ങളെ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തട്ടുമ്പോൾ ഈ ആൾക്കാര് മുസ്ലിം ലീഗിലുള്ള ഇവര് മാതൃകയായി.